ഹായ് ഓൾ, വെൽക്കം ടു സാപ്പിയൻസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കുന്നത് RRB എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള RRB, ALP, NTPC, RPF അങ്ങനെ തുടങ്ങിയ ഗ്രൂപ്പ് ഡി എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള GK സെക്ഷനിൽ നിന്ന് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഇന്ത്യയിലെ ഡാൻസ് ഫോംസ് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫോക്ക് ഡാൻസ് ആണ്, ഫോക്ക് ഡാൻസ്. മറ്റൊന്ന് ക്ലാസിക്കൽ ഡാൻസ് ആണ്, ക്ലാസിക്കൽ ഡാൻസ്. രണ്ട് രീതിയിലാണ് നമ്മൾ ഇന്ത്യയിലെ ഡാൻസ് ഫോംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഫോക്ക് ഡാൻസും ക്ലാസിക്കൽ ഡാൻസും. ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിന്റെയും ലോക്കൽ ആയിട്ടുള്ള ട്രഡീഷനെ ബന്ധപ്പെട്ടിട്ട് ഉടലെടുത്തിട്ടുള്ള ഡാൻസ് ഫോംസ് ആണ്. ഒന്നുകിൽ ട്രഡീഷൻ ആകാം, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ജോഗ്രഫിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടോ എത്നിക് അല്ലെങ്കിൽ ജോഗ്രഫിക് റീജിയൻസുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ടുണ്ടാക്കുന്ന ഡാൻസുകളാണ് എന്ന് പറയുന്നത്. ലോക്കൽ ട്രഡീഷനെയൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഫോക്ക് ഡാൻസ് ഉണ്ടാക്കുന്നത്. ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് അത് നാട്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബന്ധമുള്ള ഡാൻസ് ഫോംസ് ആണ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ സംഗീത നാടക അക്കാഡമി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 8 ക്ലാസിക്കൽ ഡാൻസുകൾ, ഇന്ത്യയിലെ 8 ക്ലാസിക്കൽ ഡാൻസുകളെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ എക്സാമിന് ഒന്നുകിൽ ഓരോ ക്ലാസിക്കൽ ഡാൻസ് ഫോമും ഉടലെടുത്ത സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായതുകൊണ്ട് ഓരോ ഡാൻസ് ഫോമിലും പ്രശസ്തരായ വ്യക്തികൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. വ്യക്തികളുടെ പേര് തന്നിട്ട് അവർ ഏത് ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചു ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് എത്ര എണ്ണമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണുള്ളത്. പക്ഷെ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചർ റീസെന്റ് ആയിട്ട് ചാവ് ഡാൻസിനെ എന്ത് ചെയ്തു, ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ ലിസ്റ്റ് പ്രകാരം 9 ക്ലാസിക്കൽ ഡാൻസ് ആണുള്ളത്. ഈ ചാവ് ഡാൻസ് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെല്ലാം ഉള്ളതാണ്. ഈസ്റ്റേൺ സ്റ്റേറ്റ് ഏതൊക്കെ സ്റ്റേറ്റുകളാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ചാവിനെ കുറിച്ച് നമ്മളൊരു സ്ലൈഡ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചാവിനെ കുറിച്ച് ആ സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പൊ സംഗീത നാടക അക്കാഡമി റെക്കഗ്നൈസസ് 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ്. ടോട്ടൽ എത്ര ഡാൻസ് ഫോം ഉണ്ട്? 8 ഡാൻസ് ഫോംസ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഭരതനാട്യമാണ്. ഭരതനാട്യം എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് എന്ന് പറയുന്നത് ഭരതനാട്യം. അപ്പൊ ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് ഭരതനാട്യം എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഹാസ് ഇവോൾവ്ഡ് ഫ്രം ഡാൻസ് ഫോം ഓഫ് തിയേറ്റർ ആർട്ട്. അപ്പം ഈ ഭരതനാട്യത്തിന്റെ ഒരു എന്ന് പറയുന്ന തീം മെയിൻലി ലവ് ആൻഡ് ഭക്തിയാണ് ഇതിന്റെ തീമൊക്കെ ആയിട്ട് വരുന്നത്. തമിഴ്നാട്ടിൽ ഉടലെടുത്തു. 2000 വർഷം പഴക്കമുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക് ഏതാണെന്ന് ചോദിച്ചാൽ കർണാട്ടിക് മ്യൂസിക് ആണ് ഭരതനാട്യത്തിൽ ഉപയോഗിക്കുന്നത്. അത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. തില്ലാന എന്ന് പറയുന്നത് എന്താണ്? ഭരതനാട്യത്തിന്റെ കൺക്ലൂഡിങ് സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്? തില്ലാനയാണ്. അതുപോലെ ഈ ഭരതനാട്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഭരതനാട്യ നർത്തകരാണ് യാമിനി കൃഷ്ണമൂർത്തിയും രുക്മിണി ദേവി അരുന്തേല. അതുപോലെ മൃണാളിനി സാരാഭായ്, യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി അരുന്തേല, ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും വേറെയുണ്ട് ടി ബാലസരസ്വതി. പിന്നീട് പത്മ സുബ്രഹ്മണ്യം, അതുപോലെ SK സരോജ്. ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഭരതനാട്യം നർത്തകർ. ടി ബാലസരസ്വതി, പത്മ സുബ്രഹ്മണ്യം, SK സരോജ്, രുക്മിണി ദേവി അരുന്തേല, യാമിനി കൃഷ്ണമൂർത്തി, മൃണാളിനി സാരാഭായ് എന്നിവരൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള ഭരതനാട്യം നർത്തകര്. ഭരതനാട്യം ഉടലെടുത്ത സ്റ്റേറ്റ് ഏതാണ്?
തമിഴ്നാടുമാണ്. എത്ര വർഷം പഴക്കമുള്ള കലാരൂപമാണ് ഭരതനാട്യം? 2000 വർഷം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഏത് സംഗീതമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്? കർണാട്ടിക് മ്യൂസിക് ആണ്. ഭരതനാട്യത്തിന്റെ കൺക്ലൂഡിംഗ് സ്റ്റേജ് എന്ത് പറയുന്നു? പെർഫോമൻസിനെ തില്ലാന എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഭരതനാട്യത്തിൽ നോക്കാനായിട്ട് ഉള്ളത്. അടുത്ത നമുക്ക് കഥകാണ്. കഥക് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് കഥക് പെർഫോം ചെയ്യുന്നത്. കഥക് മെയിൻ ആയിട്ടും ഏത് സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ നമ്മൾ ഉത്തർപ്രദേശാണ് എഴുതേണ്ടത്. ഉത്തർപ്രദേശ്. അപ്പം കഥക് എന്ന് പറയുന്നത് പോപ്പുലർ ഡാൻസ് ഫോം ആണ്. അത് നോർത്തേൺ പാർട്ട് എവിടെയൊക്കെയാണ്? യുപിയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ട്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും സീൻസിൽ നിന്നാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് ഉടലെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പൈറോട്ടിസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒറ്റക്കാലിൽ നിന്നിട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരു പെർഫോമൻസിനെയാണ് പൈറോട്സ് എന്ന് പറയുന്നത്. ഇത് ഒരു കാലിൽ നിന്നിട്ട് മറ്റേ കാല് നമ്മുടെ നെയിൽ വെച്ചിട്ട് കറങ്ങുന്ന ഒരു പെർഫോമൻസ് ആണിത് കഥക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതില് പ്രശസ്തരായ നർത്തകര് പണ്ഡിറ്റ് ബിർജു മഹാരാജ്, സിതാര ദേവി. ഇപ്പൊ പണ്ഡിറ്റ് ബിർജു മഹാരാജ്, സിതാര ദേവി, അതുപോലെ തന്നെ വരുന്നത് ലച്ചു മഹാരാജ്, ബിർജു മഹാരാജ്, ലച്ചു മഹാരാജ്, സുഖദേവ് മഹാരാജ്. എന്താണ്? സുഖദേവ് മഹാരാജ്, സിതാര ദേവി, ശോഭന നാരായൺ. ഇപ്പൊ ലച്ചു മഹാരാജാവ്, ശംഭു മഹാരാജാവ്, ബിർജു മഹാരാജാവ്, പണ്ഡിറ്റ് ബിർജു മഹാരാജ, ശോഭന നാരായൺ, സിതാര ദേവി, ഇവരെല്ലാവരും ഏതാണ്? കഥക് ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്ന പ്രശസ്തരായ നർത്തകരാണ്. ഇപ്പൊ കഥക് ഏത് സ്റ്റേറ്റിലാണ് മെയിൻ ആയിട്ടുള്ളത്? ഉത്തർപ്രദേശിലാണ്. പണ്ഡിറ്റ് ബിർജു മഹാരാജാവും ലച്ചു മഹാരാജ, സുഖദേവ് മഹാരാജ, ശോഭന നാരായൺ, സിതാര ദേവി എന്നിവരാണ് കഥക് ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത്. അടുത്ത് നമുക്കുള്ള മൂന്നാമത്തെ ക്ലാസിക്കൽ ഡാൻസ് ഓഫ് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി എന്ന് പറയുന്നത് എവിടെ തന്നെ ഭക്തി മൂവ്മെന്റ് റിസൾട്ട് ആയിട്ട് ഉടലെടുത്തതാണ് കുച്ചിപ്പുടി. 7th സെഞ്ചുറി AD ഉടലെടുത്തു. എവിടെയാണ് ഇത് ഉടലെടുത്തതെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിലാണ് കുച്ചിപ്പുടി ഉടലെടുത്തത്. കുച്ചിപ്പുടി വില്ലേജ് ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പൊ അതുകൊണ്ട് ആ ഗ്രാമത്തിന്റെ പേര് തന്നെയാണ് ആ ഡാൻസിന്റെ പേരായിട്ടുള്ളത്, കുച്ചിപ്പുടി എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നാട്യശാസ്ത്രത്തിലെ നൃത്യ, നാട്യ എന്നിവയുടെ യൂണിയൻ ആണ്. അതുപോലെ തന്നെ ഇത് ആന്ധ്രാപ്രദേശിലാണെന്ന് പറഞ്ഞു. കുച്ചിപ്പുടി എന്ന് പറയുന്നത് കൃഷ്ണ ഡിസ്ട്രിക്റ്റിലെ വില്ലേജ് ആണെന്ന് പറഞ്ഞു. കൃഷ്ണ ഡിസ്ട്രിക്റ്റിലെ വില്ലേജിന്റെ പേരാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫേമസ് ആയിട്ടുള്ള നർത്തകര് യാമിനി കൃഷ്ണമൂർത്തി, അതായത് യാമിനി കൃഷ്ണമൂർത്തി ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി നാരായൺ ശാസ്ത്രി, രാധാ രാജാ റെഡ്ഡി എന്നിവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കുച്ചിപ്പുടിയില് ഫേമസ് ആയിട്ടുള്ള നർത്തകരെന്ന് പറയുന്നത്. രാധാ റെഡ്ഡി, പിന്നീട് പറഞ്ഞത് എന്താണ്? യാമിനി കൃഷ്ണമൂർത്തി, ലക്ഷ്മി നാരായൺ ശാസ്ത്രി എന്നിവരൊക്കെയാണ് കുച്ചിപ്പുടി ഡാൻസുമായിട്ട് ഫേമസ് ആയിട്ടുള്ള നർത്തകര്. അടുത്ത ഒഡീഷിയാണ്. ഒഡീഷി ഡാൻസ് എന്ന് പറയുന്നത് ടെമ്പിൾസ് ഓഫ് ഒഡീഷയിൽ പെർഫോം ചെയ്യുന്നു ബൈ ദ മഹാറിസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേവദാസികളെയാണ്, ടെമ്പിൾസിലെ ദേവദാസികളെയാണ് മഹറിസ് എന്ന് പറയുന്നത്. മഹറിസ് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഒഡീസി ഡാൻസ് എന്ന് പറയുന്നത്. രാധായുടെയും കൃഷ്ണന്റെയും ഡിവൈൻ ലവ് സ്റ്റോറിയെ കുറിച്ചിട്ടുള്ള തീംസ് ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പോഴിത് ഇതിനും 2000 വർഷം പഴക്കമുണ്ട്. കേളിച്ചരൻ മൊഹപത്രയാണ് എന്താ പറയുന്നത്? ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള റിനൗണ്ട് ടീച്ചേഴ്സ് ആണ് കേളിച്ചരൻ മൊഹപത്ര എന്ന് പറയപ്പെടുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് ഇതിനകത്ത് സോണൽമാൻ സിംഗും ഒക്കെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. സോണൽ മാൻ സിംഗ് നർത്തകരാണ്, ഡാൻസേഴ്സ് ആണ് സോണൽമാൻ സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സംയുക്ത
പാണി, ഇവരൊക്കെയാണ് എന്ത് വരുന്നത്, ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ ഒരു നൃത്തത്തിൽ വരുന്നത്. അടുത്ത നമുക്ക് കഥകളിയാണ്. കഥകളി എന്ന് പറയുന്നത് കഥകളി എന്ന് പറയുന്നത് നമുക്കറിയാം ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്നതാണ്. എന്താണ് ഡാൻസ് ഡ്രാമ എന്നറിയപ്പെടുന്ന ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് കഥകളി. കേരളത്തിലാണ് കഥകളി ഉടലെടുത്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതൊരു സ്റ്റോറി പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഉള്ള ആൾക്കാര് കലാമണ്ഡലം ഗോപിയും പത്മനാഭൻ നായരുമാണ്. അതുപോലെ വള്ളത്തോൾ നാരായണ മേനോനുണ്ട്, ഉദയ് ശങ്കർ ഉണ്ട്, ശാന്താ റാവു, മൃണാളിനി സാരാഭായി ഉണ്ട്. മൃണാളിനി സാരാഭായി, കലാമണ്ഡലം ഗോപി, പത്മനാഭൻ നായർ, വള്ളത്തോൾ നാരായണ മേനോനൊക്കെയാണ് കഥകളിയിലെ ഫേമസ് ആയിട്ടുള്ള നർത്തകരും. അതുപോലെ നമുക്ക് അടുത്തത് സാത്രിയാണ്. സാത്രിയ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഏത് സ്റ്റേറ്റിന്റെ സാത്രിയ, ഏത് സ്റ്റേറ്റ് ആണ്? അസമിലാണ് എന്തുള്ളത്, സാത്രിയ ഉള്ളത് അസമിലാണ്. അപ്പൊ ഇത് കൃഷ്ണ ആസ് വെൽ ആസ് അതർ അവതാർസ് ഓഫ് വിഷ്ണു ആണ് ഇതിന്റെ തീമായിട്ട് വരുന്നത്. അപ്പം സാത്രിയുടെ തീം എന്താണ്? കൃഷ്ണനും വിഷ്ണുവിന്റെ മറ്റ് അവതാരങ്ങളും ഒക്കെയാണ്. മഹാഭാരത രാമായണത്തിൽ നിന്നുള്ള കഥകളിൽ നിന്ന് വരുന്നതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഇത് ക്ലാസിക്കൽ ഡാൻസ് ഫോമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത വർഷം 2000 നവംബർ 15. സംഗീത നാടക അക്കാദമി ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ്ഡ് സാത്രി ആസ് വൺ ഓഫ് ദ 8 ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വൺ ഓഫ് ദ 8 ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 2000 നവംബർ 15 സാത്രിയ. അതുപോലെ തന്നെ ഇത് ഉടലെടുത്തത് 15 AD മഹാപുരുഷ ശങ്കരദേവയാണ് ഇതിന് രൂപം കൊടുത്തത്. സാത്രിയ ഡാൻസ് ഫോമിന് 15 AD മഹാപുരുഷ ശങ്കരദേവയാണ് ഇതിന് രൂപം കൊടുത്തത്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സാത്രിയെ കുറിച്ച് നമുക്ക് അത്രയൊക്കെയാണ് ഡീറ്റെയിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് മണിപ്പൂരി ആ വാക്കിൽ തന്നെ ഉണ്ട്. മണിപ്പൂരിയിലുള്ള മണിപ്പൂർ സ്റ്റേറ്റിന്റെ ആണ് എന്തെന്ന് പറയുന്നത് മണിപ്പൂരി എന്ന് പറയുന്ന ഡാൻസ് ഫോം. അതുപോലെ മോഹിനിയാട്ടം കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോം മോഹിനിയാട്ടമാണ്. ഇതെന്ന് പറയുന്നത് ഇത് മോഹിനി എന്ന വാക്കിൽ നിന്നാണ് മോഹിനിയാട്ടം വന്നത്. ഫീമെയിൽ അവതാർ ഓഫ് എന്താണ് ഹിന്ദു ഡെയിറ്റി വിഷ്ണു ആണ്. വിഷ്ണുവിന്റെ സ്ത്രീ രൂപത്തിലുള്ള അവതാരമാണ് മോഹിനി എന്ന് പറയുന്നത്. ഹു ഹെൽപ്സ് ദ ദേവാസ് പ്രിയൽ ഓവർ ദ അസുരാസ് യൂസിങ് ഹെർ ഫെമിനിൻ ചാം. അപ്പം മോഹിനിയാട്ടം എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നർത്തകി ആണ് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ. കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയെ അറിയപ്പെടുന്നത് മദർ ഓഫ് മോഹിനിയാട്ടം എന്നാണ്. അപ്പൊ മദർ ഓഫ് മോഹിനിയാട്ടം എന്നറിയപ്പെടുന്ന ആരാണെന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയാണ് മദർ ഓഫ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ നർത്തകര് വേറെ ഭാരതി ശിവാജി ഉണ്ട്. ഭാരതി ശിവാജി, അതുപോലെ രാഗിണി ദേവി ഇവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള നർത്തകരെന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ചാവു ഡാൻസ് ആണ്. ചാവു ഡാൻസ് ഓക്കെ. ചാവു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് ഈ ചാവുവിനെ എന്തായി ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോമിന്റെ പട്ടികയിൽ നമ്മുടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ്. അപ്പൊ ഇത് ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോം ആണ്. ട്രഡീഷണൽ മാർഷ്യൽ ആർട്ട് ഫോം ആണ് എന്തെന്ന് പറയുന്നത് ചാവു എന്ന് പറയുന്നത്. ഈസ്റ്റേൺ ഇന്ത്യയിലാണ്. മഹാഭാരതവും രാമായണവും തന്നെയാണ് ഇതിൽ തീമായിട്ട് വരുന്നത്. ഇത് ഓരോ സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന വേറെ വേറെ പേരിലാണ്. അതായത് പുരുളിയ ചാവു എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ ഉള്ള ചാവുവിനെ പുരുളിയ ചാവു എന്ന് പറയുന്നു. സെരൈക്കില ചാവു ജാർഖണ്ഡിലെ ചാവു എന്നറിയപ്പെടുന്നു. സെരൈക്കില ചാവു എന്നറിയപ്പെടുന്നു. ഒഡീഷയില് മയൂർ ബെഞ്ച് ചാവു എന്നറിയപ്പെടുന്നു. അപ്പൊ പുരുളിയ ചാവു വെസ്റ്റ് ബംഗാൾ, സെരൈക്കില ചാവു ജാർഖണ്ഡ്, മയൂർ ബെഞ്ച് ചാവു ഒഡീഷ. പുരുളിയ ചാവു വെസ്റ്റ് ബംഗാള്, സരൈക്കില ചാവു ജാർഖണ്ഡ്, മയൂർ ബെഞ്ച് ചാവു ഒഡീഷ. ഇങ്ങനെയാണ് ചാവു ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് കൂടുതലും പുരുഷന്മാരാണ് എന്ത് ചെയ്യുന്നത്, മെന്നാണ് ഇത് കൂടുതലും എന്ത് പെർഫോം ചെയ്യുന്നത് ഈ ചാവു എന്ന് പറയുന്ന ഡാൻസ്.
സെരൈക്കല്ല, പുരുളിയ, മയൂർഭഞ്ച്. മയൂർഭഞ്ച് ഒഡീഷ, സെരൈക്കല്ല വെസ്റ്റ് ബംഗാൾ, പുരുളിയ വെസ്റ്റ് ബംഗാൾ, സെരൈക്കല്ല എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇത്രയാണ് നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ഫോമിൽ നോക്കാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ക്ലാസ്സുകൾക്കായിട്ട് സാപ്പിയൻസ് അക്കാഡമി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ RPF-ന്റെ JEE ക്ലാസ്സുകളൊക്കെ ഓഫറിൽ നടക്കുന്നുണ്ട്. ലൈവ് സെക്ഷൻസ് ഉണ്ട്. എല്ലാം നിങ്ങൾ എടുക്കുക. ഓക്കെ, താങ്ക് യു.